ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പഴയ കാല 4 മണി പലഹാരമാണ് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കണം. സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ടരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, 1 കപ്പ് മട്ടരി നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് കുതിർത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് വെള്ളം വാർന്നു പോകാൻ വെച്ചാൽ മതി. നമുക്കിത് ഇനിയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാവാൻ വെച്ചു. ഇതിലേക്ക് നമ്മളിപ്പം വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന ആ ഒരു അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. ഈ ഒരു അരിയൊക്കെ നന്നായിട്ട് പൊട്ടി എല്ലാ അരിയും നന്നായിട്ട് വറുത്ത് കിട്ടണം. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുന്നത് വരെ നമ്മൾ തീ കൂട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ നേരത്ത് അരിയൊക്കെ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നത് കാണാം. ആ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ, കുറേ സമയം എടുക്കുന്നില്ല. എല്ലാ അരിയും ഇതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരണം. കണ്ടല്ലോ, ഇപ്പോൾ അരിയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ അരിയും നന്നായിട്ട് പൊട്ടി വരണം. അരി പൊട്ടിയൊക്കെ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ അടച്ചൊക്കെ വയ്ക്കാം കേട്ടോ. പക്ഷേ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും കുഴപ്പമൊന്നുമില്ല. അരിയെല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുക. എല്ലാ അരിയും നന്നായിട്ട് വറുത്ത് വരണം. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വരണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴാണ് അരിയൊക്കെ എല്ലാ അരിയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, അരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ അരിയും നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് അതേ പാനിലേക്ക് ഒരു കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. നമ്മളിത് കഴിക്കാൻ നേരത്തെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കാഷ്നട്ടും കൂടി ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എല്ലാ അരിയും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഒരുമിച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാ അരിയും ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിക്കാൻ നേരത്ത് നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടണമെന്നില്ല. ചെറിയ ഒരു തരികളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ഒരു 1/4 മുതൽ 1/2 കപ്പിനടുത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പകുതി നാളികേരം ചിരകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം എത്ര ചേർത്താലും അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു മീഡിയം സൈസുള്ള നാളികേരം അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് ചിരകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിപ്പം ആദ്യം തന്നെ വറുത്ത് മറ്റുള്ള കാഷ്നട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നെയ്യൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള നാളികേരത്തിൻ്റെ ഒരു നനവ് കൊണ്ടാണ് മൊത്തത്തിലൊന്ന് നനച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. കൈ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത ശേഷം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനിതിലേക്ക് പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പഴമായാലും കുഴപ്പമില്ല. സാധാരണ നമ്മളൊക്കെ ചെറുപഴമാണ് ഉപയോഗിക്കാറ്. ഏത് ചെറുപഴം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിന് എണ്ണ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ട് കോട്ടായി കിട്ടുന്ന എത്ര ഒരു 4-5 ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിൽ അതും ചേർക്കാം. പക്ഷെ നല്ല പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ല്ലോ, അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ആ പഴവും ആ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പം നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറാണേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പഴയ കാല 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും ഇങ്ങനെ ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. Thank you.